വെൽക്കം ടു സ്റ്റഡി വിൻ PSC ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ ഒരു റിവിഷനാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. അതായത് പ്രീവിയസ് ഇയറിലെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക, താഴെ പറയുന്ന ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ ശരിയായത് ഓപ്ഷൻ സി 1, 2, 3 മാത്രമാണ്. ശരിയായ വാചകങ്ങൾ: തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. തിരുവിതാംകൂറിൽ സേതുലക്ഷ്മി ഭായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായത്: തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. തിരുവിതാംകൂറിൽ സേതുലക്ഷ്മി ഭായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? ഓപ്ഷൻ ബി 1, 2, 3. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി ചേരുന്നത്: KP വള്ളോൻ പുലയ മഹാസഭ, അയ്യ വൈകുണ്ഠൻ ഉച്ചിപ്പതിപ്പ്, CP അച്യുതമേനോൻ വിദ്യാവിനോദിനി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി ചേരുന്നത്: KP വള്ളോൻ പുലയ മഹാസഭ, അയ്യ വൈകുണ്ഠൻ ഉച്ചിപ്പതിപ്പ്, CP അച്യുതമേനോൻ വിദ്യാവിനോദിനി. ധന്വന്തരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് PS വാര്യരാണ്. ഓർത്തു വച്ചോണേ, ധന്വന്തരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് PS വാര്യർ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത്? 1 ഉൽഗുലാൻ മൂവ്മെൻറ്റ്, 2 സാഫാഹാർ മൂവ്മെൻറ്റ്, 3 കാജ നാഗ റെബലിയോൺ, 4 ഗാഥാർ മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിൽ ഒരേ വിഭാഗത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി 4 മാത്രം, ഗാഥാർ മൂവ്മെൻ്റ് ആണ്. കാരണം അത് 2 രീതിയിൽ എടുക്കാവേ. ഇതിൻ്റെ കാരണം 2 രീതിയിൽ പറയാൻ പറ്റും. അതായത് ഈ ഉൽഗുലാൻ മൂവ്മെൻറ്റ്, സാഫാഹാർ മൂവ്മെൻറ്റ്, കാജ നാഗ റെബലിയോൺ, ഇത് 3ഉം ഇന്ത്യയിൽ നടന്ന ഗോത്ര കലാപങ്ങൾ അഥവാ ആദിവാസി കലാപങ്ങളാണ്. ആദ്യത്തെ 3 ഈ ഗാഥാർ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഉണ്ടായ ഒരു വിപ്ലവ പ്രസ്ഥാനമാണ് ഗാഥാർ മൂവ്മെൻറ്റ്. അപ്പം അങ്ങനെ എടുക്കാം. അതായത് ആദ്യത്തെ 3 ഉൽഗുലാൻ മൂവ്മെൻറ്റ്, സാഫാഹാർ മൂവ്മെൻറ്റ്, കാജ നാഗ റെബലിയോൺ, ഇത് 3ഉം ഇന്ത്യയിൽ നടന്ന ഗോത്ര കലാപങ്ങളാണ്. ഗാഥാർ മൂവ്മെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഉടലെടുത്ത ഒരു വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അങ്ങനെ എടുക്കാം. ആദ്യത്തെ 3 ഇന്ത്യയിലും ഗാഥാർ മൂവ്മെൻറ്റ് അമേരിക്കയിലുമാണ്. അങ്ങനെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഉൽഗുലാൻ മൂവ്മെൻറ്റ്, സാഫാഹാർ മൂവ്മെൻറ്റ്, കാജ നാഗ റെബലിയോൺ, ഇത് 3ഉം ഇന്ത്യയിൽ നടന്ന ഗോത്ര കലാപങ്ങളാണ്. ഈ ഗാഥാർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു വിപ്ലവ പ്രസ്ഥാനമാണ്. അങ്ങനെ 2 രീതിയിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരേ വിഭാഗത്തിൽ പെടാത്തത് ഗാഥാർ മൂവ്മെൻ്റ് ആണ്. അടുത്ത ചോദ്യം, ചിപ്കോ മൂവ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെ പറയുന്നവയിൽ ഏതു പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? അപ്പോൾ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷന് 1 മാത്രമാണ്. അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവന, ചിപ്കോ മൂവ്മെൻറ്റ് ഒരു കാർഷിക മൂവ്മെൻ്റ് ആണ്. ചിപ്കോ മൂവ്മെൻറ്റ് ഒരു കാർഷിക മൂവ്മെൻ്റ് അല്ല. ചിപ്കോ മൂവ്മെൻ്റ് ഒരു പരിസ്ഥിതി പ്രസ്ഥാനമാണ്. ഓർത്തു വെച്ചോണം, ചിപ്കോ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് പരിസ്ഥിതി പ്രസ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയല്ലാത്തത് ചിപ്കോ മൂവ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയാൽ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ചിപ്കോ മൂവ്മെൻറ്റ് ഒരു കാർഷിക മൂവ്മെൻ്റ് ആണ്. ഓർത്തു വെച്ചോണം, ചിപ്കോ മൂവ്മെൻറ്റ് ഒരു കാർഷിക മൂവ്മെൻ്റ് അല്ല. ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി പ്രസ്ഥാനമാണ്. ഓക്കെ, ഇനി ഇവിടെ ചിപ്കോ മൂവ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയാൽ ശരിയായ പ്രസ്താവനകളും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചോണേ. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 2ഉം 3ഉമാണ്. അതൊന്ന് വായിക്കാം.
ചിപ്കോ മൂവ്മെൻറ്റ് സർവോദയ മൂവ്മെൻറ്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു. ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗൗരാദേവി. അതും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ, ചിപ്കോ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളും കൂടെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിനു പകരം ഉപയോഗിക്കാത്ത വാക്ക്? ഓപ്ഷൻ എ കരോരി. സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്ത വാക്ക് കരോരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ 1, 2, 3. ശരിയായ പ്രസ്താവനകൾ: ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവനകൾ: ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 10 days that shook the world, ഇത് റഷ്യൻ വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. 10 days that shook the world റഷ്യൻ വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് UNOയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ഡി 3 മാത്രമാണ്. ഇവിടുത്തെ തെറ്റായ പ്രസ്താവന മൂന്നാമത്തെയാണ്. തെറ്റായ പ്രസ്താവന WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ UNOയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. ഇതാണ് ഇവിടുത്തെ തെറ്റായ പ്രസ്താവന. WTO അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ ലോക വ്യാപാര സംഘടന ഇതൊരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി അല്ല, ഇതൊരു സ്വതന്ത്ര അന്താരാഷ്ട്ര സംഘടനയാണ്. അപ്പോൾ ഈ WTO എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര സംഘടനയാണ്, അതൊരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി അല്ല. അതൊന്ന് ഓർത്ത് വെച്ചോണേ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഈ താഴെ പറയുന്ന പ്രസ്താവനകളിൽ UNOയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ അതിവിടെ 1, 2, 4 ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. അപ്പോൾ ആ ശരിയായ പ്രസ്താവനകൾ UNOയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ്: ദേശീയ പരമാധികാരവും വൻ ശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് UNO എന്ന ആശയം നിലവിൽ വന്നത്. UNOയുടെ ലക്ഷ്യം ആർട്ടിക്കിൾ 1 എന്ന UN ചാർട്ടറിൽ നിർവചിച്ചിരിക്കുന്നു. UNO രൂപീകരിച്ചത് അന്തർദേശീയ സമാധാനവും സുരക്ഷയും മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ആ ശരിയായ പ്രസ്താവനകളും കൂടെ പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 1, 2, 3 അപ്പോൾ ശരിയായ പ്രസ്താവനകൾ: ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെയ്ലി, തിത്തേയ്, ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണലായിരുന്നു. അപ്പോൾ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ: ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെയ്ലി, ടിറ്റെ, ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണൽ ആയിരുന്നു. പ്രൈസ് പർജ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതല്ല. പ്രൈസ് പർജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ചോദ്യം 10th ലെവലിലൊക്കെ മിക്കപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ല് സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക. താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി
1, 2, 3, 4 ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ല് സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ: ഈ ബില്ലിൻ്റെ ലക്ഷ്യം രാജ്യത്തെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണത്തിൻ്റെ സബ്സിഡിയാണ്. ഈ ബില്ല് ആദ്യമായി നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. AAY അന്ത്യോദയ അന്ന യോജന ഈ ബില്ലിൻ്റെ വിപുലീകരണമാണ്. പൊതുവിതരണ സംവിധാനം കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒന്നിച്ച് നടത്തുന്നു. അപ്പോൾ ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ല് സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ: ഈ ബില്ലിൻ്റെ ലക്ഷ്യം രാജ്യത്തെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണത്തിൻ്റെ സബ്സിഡിയാണ്. ഈ ബില്ല് ആദ്യമായി നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. AAY അന്ത്യോദയ അന്ന യോജന ഈ ബില്ലിൻ്റെ വിപുലീകരണമാണ്. പൊതുവിതരണ സംവിധാനം കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒന്നിച്ച് നടത്തുന്നു. അടുത്ത ചോദ്യം: താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. പ്രസ്താവന A: ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണാസക്തവുമാണ്. പ്രസ്താവന B: ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ ഉയരാത്ത സമുദ്രപ്രതലത്തിലൂടെ ചരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരി കണ്ടെത്തുക. ഓപ്ഷൻ D ആണ് ശരിയായ പ്രസ്താവന. അതായത് 2 പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവന B പ്രസ്താവന Aയെ വിശദീകരിക്കുന്നു. അടുത്ത ചോദ്യം: പാറ്റ്ലാൻഡ്സ് എന്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ്? ഓപ്ഷൻ B ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യ. പാറ്റ്ലാൻഡ്സ് എന്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ്? ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യയുടെ. അടുത്ത ചോദ്യം: ഇസോഹ ലൈൻസ് എന്നാൽ ഒരേപോലുള്ള ഡാഷിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ്. ഓപ്ഷൻ B ലവണാംശം. ഇസോഹോ ലൈൻസ് എന്നാൽ ഒരേപോലുള്ള ലവണാംശത്തിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ്. അടുത്ത ചോദ്യം: പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ C പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെൻ്റ് ആണ്. പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെൻ്റ് ആണ്. ഈ എസ്കാർപ്മെൻ്റ് എന്ന് വെച്ചാൽ കുത്തനെയുള്ള ചെരിവ്, അതാണ് എസ്കാർപ്മെൻറ്റിൻ്റെ അർത്ഥം കേട്ടോ. പശ്ചിമഘട്ടം എന്ന് വെച്ചാൽ അതൊരു മടക്ക് പർവ്വതമൊന്നുമല്ല, അതൊരു ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അരികിലുള്ള കുത്തനെയുള്ള ചെരിവ് അഥവാ എസ്കാർപ്മെൻ്റ് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് GIS സോഫ്റ്റ്വെയറിൻ്റെ തുറന്ന സ്രോതസ്? ഓപ്ഷൻ A QGIS. താഴെ പറയുന്നവയിൽ ഏതാണ് GIS സോഫ്റ്റ്വെയറിൻ്റെ തുറന്ന സ്രോതസ്? QGIS. അടുത്ത ചോദ്യം: GDPയുടെ ഘടക ചിലവ്. ഓപ്ഷൻ A ആണ് കറക്റ്റ്. GDP അറ്റ് MP മൈനസ് അറ്റ പരോക്ഷ നികുതി. GDPയുടെ ഘടക ചിലവ് അത് GDP അറ്റ് MP മൈനസ് അറ്റ പരോക്ഷ നികുതിയാണ്. അതായത് MP എന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൈസ്. അടുത്ത ചോദ്യം: ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏത്? ഓപ്ഷൻ D സ്ഥലവും മൂലധനവും. ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് സ്ഥലവും മൂലധനവുമാണ്. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിൻ്റെ വിതരണം കുറയ്ക്കുന്നത്? ഓപ്ഷൻ B ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിൻ്റെ വിതരണം കുറയ്ക്കുന്നത്? ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നത്. അടുത്ത ചോദ്യം: റിപ്പോ റേറ്റിനെ പ്രതി താഴെ പറയുന്നവയിൽ ശരിയായവ ഏത്? ഓപ്ഷൻ B 1, 2, 3.
റിപ്പോ റേറ്റിനെ പ്രതി താഴെ പറയുന്നതിൽ ശരിയായവയാണ്. ഇതെല്ലായ്പ്പോഴും ബാങ്കിൻ്റെ റേറ്റിൽ കുറവാണ്. ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. ഇത് ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ റിപ്പോ റേറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഈ റിപ്പോ റേറ്റ് ഇതെല്ലായ്പ്പോഴും ബാങ്കിൻ്റെ റേറ്റിൽ കുറവാണ്. റിപ്പോ റേറ്റ് ബാങ്കിൻ്റെ റേറ്റിനേക്കാളും കുറവായിരിക്കും. ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. ഇത് ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കുന്നു. അടുത്ത ചോദ്യം, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി എന്നാൽ എന്താണെന്ന്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മുഴുവൻ ചെലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന രസീത്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി എന്നാൽ മുഴുവൻ ചെലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന രസീത്. അതായത് ഈ ധനക്കമ്മി എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ആകെ ചെലവും കടമൊഴികെയുള്ള ആകെ വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് ധനക്കമ്മി. അതൊന്ന് ഓർത്ത് വെച്ചോണേ. ഈ ധനക്കമ്മി അഥവാ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ആകെ ചെലവും കടമൊഴികെയുള്ള ആകെ വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി എന്നാൽ മുഴുവൻ ചെലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന രസീത്. അടുത്ത ചോദ്യം, അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 358. അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 358. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? ഓപ്ഷൻ ബി വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ. യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലുമുള്ള വിഷയങ്ങൾ പ്രത്യേകം പഠിച്ചോണം കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത്. ഓപ്ഷൻ എ പാർലമെൻറ്റിൻ്റെ ലളിതമായ ഭൂരിപക്ഷം. പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് പാർലമെൻറ്റിൻ്റെ ലളിതമായ ഭൂരിപക്ഷമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്ഷൻ സി 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിൽ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നവയിൽ ഏത് വാദമാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ഡി ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ ബുദ്ധിമുട്ടായ അവസരങ്ങളിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും സംയുക്ത മീറ്റിംഗ് നടത്താൻ വ്യവസ്ഥയുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നവയിൽ ഏത് വാദമാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്തത് ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ ബുദ്ധിമുട്ടായ അവസരങ്ങളിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും സംയുക്ത മീറ്റിംഗ് നടത്താൻ വ്യവസ്ഥയുണ്ട്. അങ്ങനെ ഒരു വ്യവസ്ഥയില്ല കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നവയിൽ ഏത് വാദമാണ് ശരിയായിട്ടുള്ളത്? ഈ തന്നിരിക്കുന്നതിൽ ശരിയായ വാദങ്ങൾ എയും ബിയും സിയും ആണ്. അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചോണം. അപ്പോൾ അതൊന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ശരിയായ വാദങ്ങൾ: ഭരണഘടനാ കൺവെൻഷനോ ഭരണഘടനാ അസംബ്ലിയോ പോലുള്ള ഒരു പ്രത്യേക ബോഡിക്ക് വ്യവസ്ഥയില്ല. ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കുവാനുള്ള അധികാരം പാർലമെൻറ്റിൻ്റേതാണ്.
അതാത് സംസ്ഥാനങ്ങളിൽ നിയമസഭാ സമിതികൾ സൃഷ്ടിക്കുകയും നിർത്തലാക്കുകയും ചെയ്യുന്നത്. ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അത് സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാനും. അടുത്ത ചോദ്യം, അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ വ്യവസ്ഥ നിർണ്ണയിക്കുന്നത്. ഓപ്ഷൻ സി, ഇന്ത്യൻ പാർലമെന്റ്. അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ് ആണ്. അടുത്ത ചോദ്യം, സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതാണ്. ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 311. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് ആർട്ടിക്കിൾ 311. ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത്. ഓപ്ഷൻ എ 1, 2 മാത്രം. അതായത് അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നിടത്ത്. അപ്പോൾ വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസില്ലാതെ നൽകപ്പെടുന്നത്. അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നിടത്ത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അവകാശം അല്ലാത്തത്? ഓപ്ഷൻ സി, വില പേശാനുള്ള അവകാശം. താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അവകാശം അല്ലാത്തത്? വില പേശാനുള്ള അവകാശം. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ എന്താണ്? ഓപ്ഷൻ എ, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ചാൽ ഇതൊരു നിയമപരമായ സ്ഥാപനമാണെന്ന്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് ഇതൊരു നിയമപരമായ സ്ഥാപനമാണ്. അടുത്ത ചോദ്യം, കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ആര്? ഓപ്ഷൻ സി, ഡോക്ടർ TM തോമസ് ഐസക്. കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയതാരാണ്? ഡോക്ടർ TM തോമസ് ഐസക്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് വിദ്യാവിനോദിനിയുടെ കർത്താവ്? ഓപ്ഷൻ എ, CP അച്യുതമേനോൻ. താഴെ പറയുന്നവരിൽ ആരാണ് വിദ്യാവിനോദിനിയുടെ കർത്താവ്? CP അച്യുതമേനോൻ. അടുത്ത ചോദ്യം, സംഗീത നൈഷധം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ ബി, TC അച്യുതമേനോൻ. സംഗീത നൈഷാദം ബന്ധപ്പെട്ടിരിക്കുന്നത് TC അച്യുതമേനോനുമായിട്ടാണ്. അടുത്ത ചോദ്യം, പിക്ചർ എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഓപ്ഷൻ ഡി, ബേസ്ബാള്. പിക്ചർ എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ബേസ്ബാള്. അടുത്ത ചോദ്യം, കൊടുപ്പുന്ന എന്നത് ആരുടെ തൂലികാനാമം ആണ്? ഓപ്ഷൻ സി, ഗോവിന്ദ ഗണകൻ. കൊടുപ്പുന്ന എന്നത് ആരുടെ തൂലികാനാമമാണ്? ഗോവിന്ദ ഗണകൻ. അടുത്ത ചോദ്യം, ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയത് ആരാണ്? ഓപ്ഷൻ ഡി, അഞ്ജലി ഭഗവത്. ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയതാരാണ്? അഞ്ജലി ഭഗവത്. അടുത്ത ചോദ്യം, 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്കിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക് മെഡൽ നേടിയത് ഏത് രാജ്യത്തിന് വേണ്ടിയാണ്? ഓപ്ഷൻ ബി, അമേരിക്ക. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്കിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക് മെഡൽ നേടിയത് ഏത് രാജ്യത്തിന് വേണ്ടിയാണ്? അമേരിക്കയ്ക്ക് വേണ്ടി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി ആരാണ്? ഓപ്ഷൻ എ, റസിയ ഷബ്നം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി ആരാണ്? റസിയ ഷബ്നം. അടുത്ത ചോദ്യം, 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്ത്യയിൽ എവിടെയാണ്? ഓപ്ഷൻ ഡി, ഹൈദരാബാദ്.
2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്ത്യയിൽ എവിടെയാണ്? ഹൈദരാബാദ്. ICC വനിതാ വേൾഡ് കപ്പ് 2022 ഔദ്യോഗിക ഗാനം അറിയപ്പെടുന്നത് എങ്ങനെ? ഓപ്ഷൻ ബി ഗേൾ ഗ്യാങ്. ICC വനിതാ വേൾഡ് കപ്പ് 2022 ഔദ്യോഗിക ഗാനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഗേൾ ഗ്യാങ്. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറിൻ്റെ CPU താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി രജിസ്റ്റർ. കമ്പ്യൂട്ടറിൻ്റെ CPU താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് രജിസ്റ്റർ എന്നാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? ഓപ്ഷൻ എ OMR. താഴെ പറയുന്നതിൽ ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? OMR ആണ്. അടുത്ത ചോദ്യം, ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡേറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി? ഓപ്ഷൻ സി NIC. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡേറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി NIC ആണ്. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ് ഓപ്ഷൻ ഡി ടേൺ അറൗണ്ട് സമയം. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ് ടേൺ അറൗണ്ട് സമയം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി സെലക്ട് ടാഗ്. താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത്? സെലക്ട് ടാഗ്. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി സ്വിറ്റ്സർലൻഡ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്വിറ്റ്സർലൻഡ്. പരിസ്ഥിതി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ നിയന്ത്രണ ചട്ടക്കൂട് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ISO 14001. പരിസ്ഥിതി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ നിയന്ത്രണ ചട്ടക്കൂട് താഴെ പറയുന്നതിൽ ഏതാണ്? ISO 14001. ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? ഓപ്ഷൻ ബി സ്റ്റാർഡസ്റ്റ് 1.0. ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? സ്റ്റാർഡസ്റ്റ് 1.0. DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഉതകുന്ന ലോഞ്ചർ ഏതാണ്? ഓപ്ഷൻ ഡി പിനാക. DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഉതകുന്ന ലോഞ്ചർ ഏതാണ്? പിനാക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് പുതുക്കാവുന്ന ഊർജത്തിൻ്റെ ഉറവിടം? ഓപ്ഷൻ ഡി സോളാർ എനർജി. താഴെ പറയുന്നവയിൽ ഏതാണ് പുതുക്കാവുന്ന ഊർജത്തിൻ്റെ ഉറവിടം? സോളാർ എനർജി. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ, കേരളത്തിലെ പുതിയ മന്ത്രിമാർ, നോബൽ പ്രൈസ്, ഇതെല്ലാം ഒന്ന് പഠിച്ചോണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.